എന്താണ് സ്പിരിച്വാലിറ്റി ഹിമാലയുമായിട്ടുള്ള ബന്ധം? ഈ ഹിമാലയത്തിലൊന്നും പോയിരുന്നാലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്താലൊന്നും നമുക്ക് ഈ പറയുന്ന ലെവലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ ഇതൊക്കെ കള്ളത്തരങ്ങളായിക്കൂടെ, പറഞ്ഞുണ്ടാക്കിയ അല്ല, ഞാൻ പറയുന്നത് ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാൽ മതിയല്ലോ. പക്ഷെ നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കണം, നമുക്കൊരു അടിസ്ഥാനം വേണ്ടേ? അല്ല, എന്തിനാണെന്നാ ചോദിക്കുന്നത്? അടിസ്ഥാനം എന്തിനാ? ഭഗവാനോട് പ്രണയഭക്തി വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണോ? അതെ, ഈ പ്രണയമാണ് എന്തിനേക്കാളും വലുത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനേക്കാളും, പ്രാർത്ഥിക്കുന്നതിനേക്കാളും, പൂജ ചെയ്യുന്നതിനേക്കാളും, എന്ത് ചെയ്യുന്നതിനേക്കാളും വലിയൊരു സാധനമാണ് പ്രണയിക്കുക എന്ന് പറയുന്നത്. ഈ സ്പിരിച്വാലിറ്റി തേടി പോകുന്ന ആളുകളല്ല എന്തുകൊണ്ടാണ് ഈ ഹിമാലയത്തിലേക്ക് പോകുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള സംശയമാണ്. എല്ലാവരും ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇവിടുന്ന് പലരും സ്പിരിച്വാലിറ്റി തേടി പോകുന്നത്. എന്താണ് സ്പിരിച്വാലിറ്റി ഹിമാലയുമായിട്ടുള്ള ബന്ധം? എനിക്ക് തോന്നുന്നു നമ്മുടെ പല പുരാണങ്ങളും മറ്റെന്തൊരു കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും, കഥകളും സ്പിരിച്വൽ കഥകളെല്ലാം എടുത്തു നോക്കുമ്പോൾ, ഇനി മറ്റു പല ആളുകളുടെ അനുഭവങ്ങൾ എടുത്തു നോക്കുമ്പോൾ, ഈ ഹിമാലയത്തിൽ വെച്ച് യോഗ്യന്മാരെ കാണുക, അവരുടെ നിന്ന് ദീക്ഷ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവിശ്വസനീയമായ കാര്യങ്ങളെ തിരിച്ചറിയുക, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് കൃത്യമായി മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുക, ഇതെല്ലാം ഈ കഥകളിലെല്ലാം ഹിമാലയത്തിന് വളരെ പങ്കുണ്ട്. പിന്നെ ഹിമാലയം എപ്പോഴും വളരെ നിഗൂഢത നിറഞ്ഞ ഒരു സ്ഥലവും കൂടിയായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഞാൻ പോയിട്ടില്ല, എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ പലപ്പോഴും സ്പിരിച്വാലിറ്റിയുടെ ഒരു ഹബ്ബ് എന്നറിയപ്പെടുന്ന ഒരു മെയിൻ ഏരിയയും കൂടിയാണ്. കാരണം ഹിമാലയത്തിൽ ഒരുപാട് യോഗിമാർ ഇരിക്കുന്നുണ്ട്. ആ യോഗിമാരെ ആരെങ്കിലും ഒരാളെ കണ്ട് അവരുടെ ഒരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ കുണ്ടലിനി ഉണർത്താം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബോധോദയം ഉണ്ടാക്കാം എന്ന് തുടങ്ങി ഒരുപാട് കഥകളുണ്ട്. ഒരുപാട് പേര്, എനിക്ക് തോന്നുന്നു ഇപ്പൊ ശ്രീ എമ്മിന്റെ ഒരു കഥ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ ഗുരുവിനെ തേടി നടക്കുന്നു. ഗുരുവിനെ തേടി ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നു, ഹിമാലയത്തിലോട്ട് പോന്നു. അവിടെ കണ്ട് അവസാനം ഒരുപാട് കിലോമീറ്റർ നടന്ന് ഒരു ആശ്രമത്തിൽ ചെന്ന് കയറി അവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ നടന്ന് അവസാനം മരിക്കാം എന്ന തീരുമാനത്തിലോട്ട് എത്തുന്നു. അങ്ങനെ പുഴയെ ചാടി മരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഒരു ഗുഹയുടെ അകത്തുനിന്ന് ഒരു സന്യാസിയെ കാണുന്നു. പിന്നെ അതിന്റെ അകത്തോട്ട് കയറി ചെല്ലുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരു. അപ്പോ ഒരു പക്ഷേ ഈ ഗുരുവിനെ തേടി നടക്കുന്ന ഒരുപാട് പേരുണ്ട് ഇതുപോലെ. ഇത്തരത്തിലുള്ള കഥകളിലൂടെ നമ്മളും ഒരുപക്ഷെ കടന്നു പോവാം, അല്ലെങ്കിൽ നമ്മളെയും ആരോ വിളിക്കുന്നുണ്ട് എന്നുള്ള തോന്നലിൽ നിന്നൊക്കെ ആവാം ഒരുപക്ഷെ ഹിമാലയത്തിലോട്ട് ആളുകൾ പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ വളരെ കുറവാ, കേരളത്തിൽ വളരെ കുറവാ. അതായത് ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ തപസ് ചെയ്യുന്ന ഗുരുക്കന്മാരെ കാണാന്ന് പറയുന്നത് ഭയങ്കര കുറവാ. ഇപ്പത്തെ ഗുരുക്കന്മാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് വീടിനകത്തിരുന്ന് ചെയ്യാം. ഇങ്ങോട്ട് തമിഴ്നാട് ഏരിയയിൽ പോയാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റും. തമിഴ്നാട് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മരുത്തോമല, കന്യാകുമാരി മരുത്തോമല ഇപ്പൊ പോയാലും ഗുഹയുടെ അകത്ത് സന്യാസിമാരിരുന്ന് ധ്യാനം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു അനുഭവത്തിന് വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും ഈ ഹിമാലയം തിരഞ്ഞെടുക്കുന്നതും അതിലോട്ട് പോകാനുള്ള ഒരു കാരണം. എനിക്കൊന്ന് ചരിത്രപരമായിട്ട് ഇതിന് കുറെ കഥകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഹിമാലയം ആക്ച്വലി ക്രിസ്തുവിന്റെ കാലം തൊട്ട് ഹിമാലയത്തിന്റെ ഹിമാലയത്തിന്റെ എവിടെയോ പോയി ക്രിയായോഗ പഠിച്ച് ഒരു യോഗിയായി മാറുകയായിരുന്നു എന്ന് കഥ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹിറ്റ്ലർ യുദ്ധത്തിന് മുമ്പിട്ട് ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു എന്നുള്ള കഥകൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പം നെഹ്റുവുമായി ബന്ധപ്പെട്ട് അത് നെഹ്റു സമ്മതിച്ചു കൊടുത്തിട്ടുമില്ല, പക്ഷെ ഇപ്പോഴും ആ കഥ ഇങ്ങനെ നിലവിലുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ കുറെ സന്യാസിമാര് ഹിമാലയത്തിന്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് വന്ന് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കയറിയിട്ട് അദ്ദേഹത്തിന് എന്തോ രഹസ്യ വിവരങ്ങൾ കൊടുത്തതിനു ശേഷം പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമായി എന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. ഈ കഥകളാണ് ഇവരെ എല്ലാം ഇതിന്റെ രഹസ്യങ്ങൾ തേടി യാത്രയാക്കാൻ പോകുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണോ? അല്ലേ, അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ പോകുന്ന എല്ലാവരും ഈ ഒരു അതാ പറയുന്നത്, നൂറ്റാണ്ടുകളായിട്ട് ഹിമാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൽ ഭൂരിപക്ഷവും സത്യമാണ്. കാരണം എപ്പോഴും ഹിമാലയത്തിലാണ് ഇപ്പൊ നമുക്ക് ബാബാജിയുടെ കാര്യം പറഞ്ഞ പോലും എല്ലാ ഗുരുക്കന്മാരും അവര് ധ്യാനത്തിനിരിക്കുന്നതും അവരുടെ മറ്റു പല കാര്യങ്ങളും സംഗമിക്കുന്നതും ഫ്യൂച്ചറിലോട്ട് വേണ്ട കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതെല്ലാം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലാണ്. ഒരുപക്ഷെ ഇതൊക്കെ കള്ളത്തരങ്ങളായിക്കൂടെ, പറഞ്ഞുണ്ടാക്കിയത്? ഞാൻ പറയും, ഇത് ഇഷ്ടമുള്ളവർ വിശ്വസിച്ചാൽ മതിയല്ലോ. ഇപ്പൊ രണ്ടു കൂട്ടം ആളുകളുണ്ടല്ലോ എപ്പോഴും നമ്മുടെ ഇടയിൽ, വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അവരെങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളൊരു കാര്യത്തിൽ വിശ്വസിക്കണം, നമുക്കൊരു അടിസ്ഥാനം വേണ്ടേ? അല്ല, എന്തിനാണെന്നാ ചോദിക്കുന്നത്? അടിസ്ഥാനം എന്തിനാ? നമ്മളൊരു സാധനം, രാഹുലിന് വിശ്വാസമില്ല, രാഹുൽ ഇത് വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കണതിന് അല്ല, നമ്മളൊരു കഥയിൽ വിശ്വസിക്കുമ്പോൾ അതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ട് അതിനെ നമ്മളെ വിശ്വസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴെല്ലാം വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്.
നമുക്ക് പിന്നീടും അതിന് തെളിവുകൾ വേണമെന്ന് പറഞ്ഞു. ഈ സ്പിരിച്വാലിറ്റി അനുഭവത്തിലൂടെ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. അതിപ്പോ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റായ എനർജി നമ്മളിൽ പ്രശ്നമില്ലാന്നേ. നമ്മളിൽ പ്രശ്നം ഉണ്ടാവുന്ന എപ്പോഴാണ് നമ്മൾ തെറ്റായ ഒരു കാര്യം ചെയ്യുമ്പോഴോ കർമ്മപരമായിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോഴോ എന്തെങ്കിലും ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ആ പോക്കിന് നമുക്ക് തടസ്സം വരുള്ളൂ. അതല്ലാതെ ഏറ്റവും നല്ല ആളുകൾ എപ്പോഴും വിശ്വസിക്കാത്തവരാണ്. കാരണം അവരെപ്പോഴും അവരുടെ വഴി ക്ലിയർ, അവരാരും ചതിക്കുന്നില്ല, അവരാരും പറ്റിക്കുന്നില്ല, അവരാരുടെയും പെയിൻ എടുക്കുന്നില്ല. കാരണം അവർക്ക് ദൈവത്തിന് വിശ്വാസമില്ല, അവർക്ക് ആരിലും വിശ്വാസമില്ല, അവരിൽ വിശ്വസിച്ച് നടക്കാം. അവരിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് ആക്ച്വലി വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഇതിനകത്ത് കേട്ടുള്ള മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ, അവിടെ ഹിമാലയത്തിന്റെ അകത്ത് ആർക്കും അറിയാത്ത ശാംബാല എന്ന് പറയുന്നൊരു പ്രദേശമുണ്ടെന്നും അവിടെ കുറെ ഗുരുക്കന്മാർ, അതായത് ക്രിയായോഗികവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള എല്ലാ ഗുരുക്കന്മാരും ഒന്നിച്ചിരുന്ന് തപസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ശാംബാല എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഞാനും കഥകളിലൂടെ മാത്രമേ ഇത് കേട്ടിട്ടുള്ളൂ. പലപ്പോഴും അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെപ്പോഴും ജീസസ് ക്രൈസ്റ്റ് ഉണ്ട് അതിനകത്ത്, പരമഹംസ യോഗാനന്ദ, പിന്നെ യുക്തേശ്വരഗിരി, ബാബാജി, കൃഷ്ണൻ, ഇവരെല്ലാവരും കൂടി ഒരു തീക്ക് ചുറ്റും, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനത്തെ കുറെ പിക്ചേഴ്സ് കാണാം. ഇവരെല്ലാവരും തീക്ക് ചുറ്റും ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു സാധനം. ഇതൊരു വേറൊരു വേൾഡാണ്. ഇത് മറ്റൊരു ഡയമെൻഷനിൽ പ്രവർത്തിക്കുന്ന വേറൊരു വേൾഡാണ്. നമുക്കത് നേരിട്ട് കാണാനോ അല്ലെങ്കിൽ അത് അനുഭവിക്കാനോ പറ്റൂല. പലപ്പോഴും ഈ ബാബാജിയുടെ ഒരു സഹോദരൻ ഉണ്ട്, മാതാജി. ഈ മാതാജി എല്ലാം പ്രത്യക്ഷപ്പെടുന്നത് പലപ്പോഴും ഏതെങ്കിലും പാറകൾ പിളർന്ന് അതിന്റെ ഉള്ളിൽ നിന്നായിരിക്കും. അതായത് അതിന്റെ അർത്ഥം ഒരു പക്ഷെ അവര് ഭൂമിക്കടിയിൽ ഏതെങ്കിലും ഒരു വേൾഡിലോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഹിമാലയം പോലെയുള്ള വലിയ മലകളുടെ ഉള്ളിലോ അല്ലെങ്കിൽ അവിടെയെങ്കിലും ആയിരിക്കാം ഇവരുടെ ആ ഒരു സ്ഥലം ഇരിക്കുന്നത്. അപ്പൊ ഇവരുടെ സ്പിരിച്വാലിറ്റി എപ്പോഴും ഇവരുടെ ഒരു ടീമായിട്ട് നിന്ന് അല്ലെങ്കിൽ ഇവർ നിന്ന് ഒരുമിച്ചിരുന്ന് സത്സംഗോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണെന്ന് പറയപ്പെടുന്നത്. ഇതിന് ഒരുപാട് നിഗൂഢതകളുണ്ട്. അതിനിപ്പോ ഒരുപാട് എന്താ പറയാ തിയറീസും പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഉണ്ടെന്നും ഇല്ലാന്നും നമ്മൾ എന്തായാലും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പുരാണങ്ങൾ തൊട്ട് പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നതിന് അപ്പുറത്തോട്ട് എല്ലാം നിഗൂഢതകളാണ്. ഈ ശാംബാലയെ സംബന്ധിച്ചാണെങ്കിലും നിഗൂഢമായിട്ടുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീഎമ്മിന്റെ ബുക്കിൽ ഇതേ പറ്റി ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ പല സ്പിരിച്വാലിറ്റിയുടെ അത്യുന്നതങ്ങളിലേക്ക് പോകുന്ന ആളുകളെല്ലാം ഇതിനെപ്പറ്റി ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ പറ്റിയും ഇങ്ങനെയുള്ള ആളുകളെ പറ്റിയും എല്ലാം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു ലോജിക്കൽ മൈൻഡിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കഥകളാണ് ഇങ്ങനെയുള്ള കഥകളെല്ലാം. ഞാൻ ഇപ്പൊ പല കാര്യങ്ങളും നമ്മളെന്ത് വിട്ടു പറയാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോജിക്കലി തെറ്റാ. ശരിയാണ്. ഇപ്പൊ ഞാനൊരു സ്പിരിച്വൽ ആളായിട്ട് ഇരിക്കുമ്പോൾ പോലും പല കാര്യങ്ങളും നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത് ലോജിക്കലി തെറ്റാണ്. ഇപ്പൊ ലോജിക്ക് എന്താന്നുള്ളതാണ് നമ്മുടെ ബോധത്തിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നതാണ് നമ്മുടെ ലോജിക്ക്. അതിൽ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ വെച്ചോ അല്ലെങ്കിൽ ഇതുവരെ ശാസ്ത്രത്തിന് എന്തെങ്കിലും പുരോഗതി വെച്ചിട്ടായിരിക്കും ഈ ലോജിക്ക് വരുന്നത്. അതായത് നമ്മളൊരു കാര്യം ഇപ്പൊ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ട്. ഈ ദൈവം എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ കാണാതെയോ അനുഭവിക്കാതെയോ അല്ലെങ്കിൽ ഒന്നും പ്രത്യക്ഷപ്പെടുകയോ ചെയ്യാതെ നമ്മൾ എങ്ങനെ ദൈവത്തിനെ വിശ്വസിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ പ്രസക്തമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. ഇപ്പോൾ ശ്രീഎമ്മിന്റെ ബുക്കിന്റെ അകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നാഗലോകത്ത് നിന്ന് നാഗരാജാവ് ഒന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ചാപ്റ്റർ അതിനകത്ത് പറയുന്നുണ്ട്. അതായത് ശ്രീഎം ഗുരുവുമായിട്ട് ധ്യാനത്തിനിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു നീല വെളിച്ചം വരുന്നു. ഈ നീല വെളിച്ചം പെട്ടെന്ന് പിളരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു നാഗത്തിന്റെ രൂപത്തിലുള്ള ഒരു ആൾ പ്രത്യക്ഷപ്പെടുന്നു, സംസാരിക്കുന്നു, ശേഷം തിരിച്ചു പോകുന്നു. ഈ ഗുരുവും നാഗവും തമ്മിൽ മറ്റൊരു ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അതിനിടയ്ക്ക് തിരിച്ചു പോകുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഈ കഥ നമ്മുടെ ബോധമാണ്. നമുക്കതിനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഒന്നുമില്ല അതിൻ്റെ അകത്ത്. നമുക്കത് വിശ്വസിച്ച് നാഗവും നാഗലോകവും നമ്മൾ ഇന്ന് കാണുന്ന പോലെ പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുന്നേ നാഗങ്ങളും മനുഷ്യരും ഒരുമിച്ചായിരുന്നു. പിന്നെ നാഗങ്ങൾ നമ്മളെക്കാളും കൂടുതൽ എന്താ പറയാ നമ്മുടെ ബോധം, അതായത് ബ്രെയിൻ്റെ എക്സ്പാൻഷൻ നേടിയ മറ്റൊരു വർഗത്തിൽപ്പെട്ട ജീവികളാവാം, മനുഷ്യരെ പോലെ തന്നെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആലോചിച്ചു അതിൻ്റെ അകത്തൊരു ലോജിക്ക് നമുക്ക് എത്രത്തോളം അതിൻ്റെ അകത്ത് ലോജിക്ക് ചിന്തിക്കാൻ പറ്റും? കാരണം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. കാരണം എപ്പോഴും മനുഷ്യന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഇങ്ങനെ ചുരുങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ആലോചിച്ച് നോക്കുക, നമ്മളൊരു വിശാലമായ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ അതിനൊന്നും ഇടപെടാതെ വളരെ ചുരുങ്ങാൻ ശ്രമിക്കുക. ചുരുങ്ങി അവസാനം രാജ്യമില്ല, കേരളം എന്നുള്ള ബോധമില്ല, നാടെന്നുള്ള ബോധമില്ല, വീടെന്നുള്ളൊരു ബോധമില്ല. അവസാനം നമ്മളിലോട്ടൊക്കെ ചുരുങ്ങി ജീവിക്കുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ദഹിക്കില്ല. കാരണം എല്ലാവരും അപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ദുഃഖങ്ങൾ ദൈവം ഉണ്ടായിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാണല്ലോ, ഞാൻ ദൈവത്തിന് അത് ചെയ്താണല്ലോ, ഞാൻ കുമ്പസാരിച്ചാണല്ലോ, ഞാൻ പള്ളിയിൽ പോയി നേർച്ചയിട്ടാണല്ലോ, അപ്പൊ എന്തുകൊണ്ട് എന്റെ പ്രശ്നങ്ങൾ മാറുന്നില്ല?
അവസാനത്തെ ചോദ്യം ഇതായിരിക്കും. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് മറ്റു പ്രശ്നങ്ങൾ മാറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൈവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് എന്റെ പ്രശ്നം മാറ്റുന്നില്ല, ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിനാണല്ലോ ഞാൻ വേദനിക്കുന്നത്. ഈ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനോട് ഏറ്റവും ആളുകൾക്ക് വെറുപ്പ് തോന്നുന്നത് എപ്പോഴും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച അവരുടെ ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും വെച്ചിട്ടായിരിക്കും പലപ്പോഴും ആ ഒരു സാധനം എടുക്കുന്നത്. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഹിമാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ബുദ്ധിക്ക് ഒരു എക്സ്പാൻഷൻ ഉണ്ടാകുകയും നമ്മുടെ ബ്രെയിൻ എക്സ്പാൻഷൻ ചെയ്യുന്നോണ്ടല്ലേ ഇങ്ങനെയെല്ലാം അല്ല, സംഭവിക്കുന്നത്. ബ്രെയിൻ അങ്ങനെയല്ല എക്സ്പാൻഷൻ ചെയ്യുന്നത്, പക്ഷെ ഒരു പോസിറ്റീവ് എന്താ പറയുക, അറ്റ്മോസ്ഫിയർ. ഒരു എനർജി. ഇപ്പൊ നമ്മൾ ചില നോർമൽ ക്ഷേത്രങ്ങളിലും മഹാക്ഷേത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ എപ്പോഴും. നമ്മൾ മഹാക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എനർജി ഹൈ ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. സെയിം തന്നെയാണ് ഹിമാലയത്തിലും അത്തരത്തിലുള്ള പല ക്ഷേത്രങ്ങളും പല സ്ഥലങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഉണ്ടാവുന്ന ഒരു എനർജി ലെവൽ ഭയങ്കര കൂടുതലാണ്. ആ ഒരു എനർജി ലെവൽ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നാലൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊരു അതൊരു ഒരു വൈബ്രേഷന്റെ ഭാഗമാണ് അത്. അപ്പോ ഇതിന് പകരം നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയിരുന്നിട്ട് ആ ഒരു എനർജിയുടെ കീഴിൽ പോയി, ഇപ്പൊ നമ്മൾ നമ്മുടെ വീടിന്റെ അകത്തിരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷൻ ഒരു അമ്പലത്തിന്റെ അകത്തളത്തിലോട്ട് പോയി ചെയ്യുന്ന മെഡിറ്റേഷൻ നമ്മൾ എൻ്റെ ഡിഫറെൻ്റാണ്. കാരണം നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും, നെഗറ്റീവ് തോട്ട്സും നമ്മൾ ഒരുപാട് ബാധിക്കില്ല. വീടിന്റെ അകത്തിരിക്കുമ്പോൾ അങ്ങനെയില്ല. ഇതേ കണ്ടീഷൻ തന്നെയാണ് ഹിമാലയത്തിലൊക്കെ പോയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എന്താ പറയുക, ആ ഒരു സ്റ്റേറ്റിലോട്ട് നമുക്ക് കടന്നു ചെല്ലാം, വളരെ വേഗത്തിൽ കടന്നു ചെല്ലാം. പിന്നെ മറ്റൊരു കാര്യം, ഇത് ഒരു തരത്തിലുള്ള ഒളിച്ചോട്ട സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റി അല്ല, സ്പിരിച്വാലിറ്റി മറ്റൊരു തരത്തിലുള്ള ഒളിച്ചോട്ടം, ഇത് വേറെ തരത്തിലുള്ള ഒളിച്ചോട്ടം. എന്താന്ന് പറയാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഹിമാലയത്തിലൊന്നും പോയിരുന്നാലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്താലൊന്നും നമുക്ക് ഈ പറയുന്ന ലെവലൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമ്മൾ നമ്മുടെ ലൈഫിനെ, നമ്മൾ മനുഷ്യരായിട്ട് ജനിച്ചു പോയി, നമുക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് ചട്ടക്കൂടുകളുണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് ജനിച്ചു, ഒരു സഹോദരനായിട്ട് ജീവിക്കുന്നു. അങ്ങനെ തൊട്ട് നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ നമുക്ക് ഭൂമിയിൽ ചെയ്ത് തീർക്കാനുണ്ട്. ഈ കർമ്മങ്ങളിൽ നിന്ന് ഒളിച്ചോടുക, സ്പിരിച്വാലിറ്റി തലയ്ക്ക് പിടിച്ചെന്ന് പറഞ്ഞ് ഒളിച്ചോടുക എന്ന് പറയുന്നത് നമ്മളൊരു പക്ഷേ മറ്റു മനുഷ്യരോട് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ട് മാറാം. അതിന് വേറൊരു ഡയമെൻഷൻ കൂടി ഉണ്ടെങ്കിൽ വളരെ നോർമലായിട്ട് ചിന്തിക്കുമ്പോൾ, അപ്പോ സ്പിരിച്വാലിറ്റി നമുക്ക് എവിടെ ഇരുന്നും നമ്മളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള, അതിന് നമുക്ക് അവിടെ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. പല ഗുരുക്കന്മാരും ഒരിക്കലും ഈ പറയുന്ന ഹിമാലയത്തിലൊന്നും പോയിരുന്നത് കൊണ്ടല്ല അവർ സ്പിരിച്വൽ ആയിട്ടുള്ള അവർക്ക് ഇത് ഉണ്ടാകുന്നത്. നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ സാഹചര്യങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെട്ട് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മാനേജ് ചെയ്ത്, ഇപ്പം നമുക്ക് വരുന്ന ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ഹാപ്പിയാക്കി അതിൽ നിന്ന് സമയം കണ്ടെത്തി ചെയ്യുക എന്നുള്ള. അതിൽ നിന്ന് സമയം കണ്ടെത്തി ചെയ്യുമ്പോൾ നമ്മൾ 5 മണിക്കൂർ ചെയ്യുന്ന മെഡിറ്റേഷൻ 2 മണിക്കൂർ ചെയ്താൽ മതി. നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, അത് ദൈവം കേൾക്കുന്നേ. അതല്ലാതെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കേണ്ട. അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ലോജിക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഒരു സാഹചര്യം വെച്ചിട്ട് അങ്ങനെ പറ്റില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 10 മിനിറ്റോ അത് മാത്രമല്ല, സാധാരണപ്പെട്ടവന് ആ ഒരു സാഹചര്യങ്ങളിലല്ലോ ഒരു 2 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് വയറ് വിശക്കാൻ തുടങ്ങും, ബാക്കി കാര്യങ്ങളുണ്ട്, ബാക്കി ചുറ്റിനുള്ള കാര്യങ്ങൾ. സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ ധ്യാനം ചെയ്യുക ഇതെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. ഇത് കാലക്രമേണയാണ് ഇതിനൊരു മാറ്റം സംഭവിക്കുള്ളൂ. അതല്ലാതെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് രാത്രി മൊത്തം മെഡിറ്റേഷൻ ചെയ്തൊന്നും അർത്ഥമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കർമ്മങ്ങൾ പാലിച്ചതിന് ശേഷം നമുക്ക് കിട്ടുന്ന സമയം എന്താണോ, ഒന്നും പറ്റില്ല. ഇപ്പൊ ഒരു മെഡിറ്റേഷൻ ഉണ്ടാ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല, ദൈവമേ എനിക്ക് എന്റെ മെഡിറ്റേഷൻ ഒന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല, ഞാനെന്തെങ്കിലും അങ്ങനെ ഒരു പ്രാർത്ഥന കൊടുത്താൽ മാത്രം മതി. അത് ആ മെഡിറ്റേഷൻ തുല്യമാണ്. ആക്ച്വലി ഇത് നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം. നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടാണോ നമ്മൾ അർപ്പിച്ചു വെച്ചിരിക്കുന്നത്, അത് മതിയെന്നേ. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാ മനുഷ്യരും ഇപ്പൊ ഒരുപാട് ഹൈ ലെവൽ അറ്റൻഡ് ചെയ്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുണ്ട്. ഗുരുക്കന്മാരുണ്ട്, യോഗിമാരുണ്ട്, അതിനകത്ത് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഉണ്ട്. ഇവരെ കുറച്ച് പേരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ, കുറച്ച് പേര്, ബാക്കി പകുതി പേരെ നമുക്കറിയില്ല. ഇവരാരും ഹിമാലയത്തിൽ പോയിരുന്നിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഹോമങ്ങൾ നടത്തിക്കൊണ്ടോ ഒന്നുമല്ല. ഇത് ഇവരും യൂണിവേഴ്സൽ ആ എനർജി ദൈവമായിട്ടുള്ളൊരു ബന്ധമാണ്. എപ്പോഴും നമ്മൾ ഈ പറയുന്ന എനർജിനെ, ദൈവം എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ ആ ദൈവം എന്ന് പറയുന്ന എനർജിയോട് നമ്മൾ അതിനെ പ്രേമിച്ചാൽ മതി. പ്രേമിക്കുക, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയേണ്ട ഒരു പ്രണയമാണ്. ആ പ്രണയിച്ച ഭഗവാനോട് പ്രണയഭക്തി വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണോ? അതെ, ഈ പ്രണയമാണ് എന്തിനേക്കാളും വലുത്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നതിനേക്കാളും പ്രാർത്ഥിക്കുന്നതിനേക്കാളും പൂജ ചെയ്യുന്നതിനേക്കാളും എന്ത് ചെയ്യുന്നതിനേക്കാളും വലിയൊരു സാധനമാണ് പ്രണയിക്കുക എന്ന് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹത്തിനെ എപ്പോഴും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നത് പ്രണയത്തിലൂടെയാണ്. നന്നായി പ്രണയിക്കുക, നന്നായി സ്നേഹിക്കുക. ഭഗവാൻ വിളിച്ചാൽ വിളിച്ചോടത്ത് വരും എന്നുള്ളതാണ്. അതിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഹിമാലയവും വേണ്ട, മെഡിറ്റേഷനും വേണ്ട, ഒന്നും വേണ്ട. അതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു പ്രാർത്ഥന പോലും വലിയ ലെവലിൽ ദൈവം കേൾക്കുന്നുള്ളൂ.